ആൾക്കൂട്ടാക്രമത്തിൽ കോഴിക്കോട് സ്വദേശിയായ സൂരജ് കൊല്ലപ്പെട്ട കേസിൽ ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താൻ പോലീസ് 18 പ്രതികളുള്ള കേസിൽ പ്രധാന പ്രതികൾ ഉൾപ്പെടെ 10 പേർ പിടിയിലായി എങ്കിലും ബാക്കിയുള്ളവർ ഒളിവിലാണ്. കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകുന്നത്. അനഘ, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ്? വീണ, നിലവിൽ 18 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 8 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവർക്കായുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ദൃക്സാക്ഷികളുടെ മൊഴി എടുക്കുന്നുണ്ട്. മാത്രമല്ല, ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കൃത്യത്തിൽ, ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഇനിയും നിരവധി ആളുകൾ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 18 പേരല്ലാതെ മറ്റുള്ളവർ ഉണ്ട് എന്ന നിഗമനത്തിൽ എത്തിയത് കൊണ്ട് തന്നെ അവർക്കായുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ നാട്ടുകാരെ അല്ലെങ്കിൽ ആ പ്രദേശവാസികളെ ഒക്കെ തന്നെ സംബന്ധിച്ച് ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സൂരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോളേജിൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു നിസാരമായ ഒരു പ്രശ്നം, ആ നിസാര പ്രശ്നമാണ് ആ 21 വയസ്സുകാരന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. സൂരജിന്റെ സുഹൃത്ത് അശ്വന്ത്, ഇവർ രണ്ടുപേരും ചേർന്ന് അശ്വന്തിന്റെ കോളേജിൽ എത്തുന്നു. അശ്വന്തിന്റെ കോളേജിൽ കാർ പാർക്ക് ചെയ്യാനായി വണ്ടി പാർക്ക് ചെയ്യുന്നു. ഈ സമയം അവിടേക്ക് എത്തിയ ആ കോളേജിൽ പഠിക്കുന്ന വിജയ് മനോജ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ഈ കാർ പാർക്കിംഗ് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം തമ്മിൽ ചെറിയ വാക്ക് തർക്കവും അന്ന് സംഘർഷത്തിലേക്കൊക്കെ തന്നെ പോകുന്നു. പിന്നീട് ആ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇടപെട്ടാണ് ആ അവസ്ഥ അവിടെ നിന്ന് മാറ്റുന്നത്. എന്നാൽ ഈ സംഘർഷം കഴിഞ്ഞതോടുകൂടി ഈ വിജയ് മനോജും സൂരജും അശ്വന്തും തമ്മിലൊക്കെ തന്നെ വലിയൊരു പകയായി മാറുകയും പിന്നീട് ആ പക രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിജയ് മനോജും രക്ഷിതാക്കളും ഒക്കെ തന്നെ ചേർന്ന് ആസൂത്രണം ചെയ്യുകയാണ്. സൂരജിനെ ഏത് രീതിയിലെങ്കിലും വകവരുത്തണം എന്ന് ആസൂത്രണം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ക്ഷേത്രോത്സവത്തിൽ നിൽക്കുന്ന ആ ക്ഷേത്രോത്സവത്തിന്റെ ആ സംഭവ സ്ഥലത്ത് നിന്ന് ഈ സൂരജിനെ വിജയ് മനോജ് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ആൾക്കൂട്ടം ചേർന്ന് 18 പേരടങ്ങുന്ന സംഘവുമായി എത്തി പിന്നീട് ആ പ്രദേശത്തുള്ള മറ്റാളുകളെ കൂടി വിളിക്കുന്നു. അങ്ങനെ ആ സംഘം ചേർന്ന് അതിക്രൂരമായി ഈ സൂരജിനെ മർദ്ദിക്കുന്നു. അതിനുശേഷമാണ് സൂരജിന്റെ സുഹൃത്തുക്കൾ ആ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ സമയവും സൂരജിന് ജീവനുണ്ടായിരുന്നു. കൃത്യമായി തന്നെ മർദ്ദിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൂരജ് തങ്ങളുടെ സുഹൃത്തിനോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കൾ ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലെത്തി OP ടിക്കറ്റ് എടുക്കുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത്, ഇനി OP ടിക്കറ്റ് എടുക്കേണ്ട, സൂരജ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ആ സുഹൃത്തുക്കൾ അറിയുന്നത്. അതിക്രൂരമായാണ് ഈ സൂരജിനെ മർദ്ദിച്ച് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കൃത്യത്തിൽ നേരിട്ട് 18 പേർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 10 പേരെ അന്വേഷണ സംഘം ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 8 പേർക്കായുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. 8-ൽ കൂടുതൽ ആളുകൾ, ഇനിയും നിരവധി ആളുകൾ ഈ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, ശരി അനഘ.